വഖഫ് ബോർഡ് തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും എന്തു ചെയ്യണമെന്നറിയാതെ ജനം നട്ടം തിരികുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കുറേ നാളുകൊണ്ട് കണ്ടത്. എന്നാൽ അറേബ്യയിലെ ദൈവത്തിന് ഭാരതത്തിൽ സ്വന്തം ഭൂമിയാകാമെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടെന്ന് തോന്നിയിട്ടാകും ഒരു കൂട്ടർ സനാതന ബോർഡുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നവർ കൂടെ കളത്തിലിറങ്ങിയതോടെ രംഗം കൊഴുക്കുകയാണ്. യു.പിയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ സന്യാസ സമൂഹം ഇതിനൊരു ധാരണ ഉണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സനാതന ബോർഡ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിന് ആയിരക്കണക്കിന് സന്യാസികൾ ചേർന്ന് ജനുവരി 27 മഹാകുംഭ നഗരിയിൽ യോഗം ചേരുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇനി മുതൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും മറ്റുമായി സർക്കാരിന് ദേവസ്വം ബോർഡുകൾ സ്ഥാപിക്കേണ്ടി വരില്ലെന്നതാണ്. ഇന്നാട്ടിലെ മറ്റ് മതസ്ഥർ ചെയ്യുന്നത് പോലെ, അതായത് അവരവരുടെ ആരാധനാലയങ്ങളുടെ നിയന്ത്രണം അതാത് സമൂഹം ഏറ്റെടുത്തതുപോലെ ഹിന്ദു സമൂഹം ഇതിന് തയ്യാറായി മുന്നോട്ട് വരികയാണ്. അതിനർത്ഥം സർക്കാരിന് ഇനി പുരാതന ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും നടത്തിപ്പിനായി ഖജനാവിൽ നിന്ന് കാശ് ചിലവാക്കി ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടി വരില്ല. ചുരുക്കത്തിൽ വഖഫ് ബോർഡിന് പുറകെ സനാതന ബോർഡ് എന്ന വിളികളും ഈ വർഷം മുതൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങും. സനാതനധർമ്മത്തെ ഉയർത്തിക്കാണിക്കുന്ന കുംഭമേള ചടങ്ങിൽ തന്നെ ഇതിനുള്ള തുടക്കം കുറിക്കണമെന്നാണ് പ്രസ്തുത പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്ന സന്ത് ദേവകി നന്ദൻ ഠാക്കൂറും അഖില ഭാരതീയ അഖാഡ പരിഷത്ത് മഹന്ത് രവീന്ദ്രപുരിയും അറിയിക്കുന്നത്. ഇതിനായി ഇവർ പ്രധാനമന്ത്രിയുടെയും യു.പി മുഖ്യമന്ത്രിയുടെയും അനുമതി തേടിയതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലെത്തിക്കാനുള്ള ഒരുക്കങ്ങളും ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. സന്യാസ സമൂഹത്തോടൊപ്പം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ വിശ്വാസികളും സനാതൻ ബോർഡ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്യാസ സമൂഹം ഇത്തരമൊരു ആവശ്യവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്നാട്ടിലെ ഹിന്ദു സമൂഹവും അതിനെ പിന്തുണയ്ക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇവർ ചോദിക്കുന്നത്, ഹിന്ദുസ്ഥാനിൽ മുസ്ലിം വഖഫ് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെയും ആരാധനാലയങ്ങളുടെയും സംരക്ഷണത്തിനായി സനാതന ബോർഡ് സ്ഥാപിച്ചുകൂടാ? ഇതിൽ വഖഫ് എന്നാൽ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഒരു ദാനരീതിയാണ്. സ്വന്തം സ്വത്തുക്കൾ അതെന്തായാലും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഇങ്ങനെ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വത്തുക്കളുടെ സംരക്ഷകരാണ് വഖഫ് ബോർഡ്. വഖഫിനായി നൽകുന്ന സ്വത്തുക്കൾ പിന്നീട് ഒരിക്കലും തിരികെ എടുക്കാൻ ആകില്ലെന്നതാണ് പ്രത്യേകത. മതപരമായതോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾക്കായാലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫിലാണ്. ഇപ്പോൾ വഖഫ് എന്ന് പരാമർശിക്കുന്ന രേഖയില്ലാത്ത വസ്തുക്കളും, അതായത് അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള ഭൂമികൾ വഖഫായി കണക്കാക്കുന്നുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ വാർഷിക റിട്ടേണിൻ്റെ 7% വഖഫ് ബോർഡാണ് ശേഖരിക്കുന്നത്. വഖഫ് സ്വത്തുക്കളുടെ ഭരണവും നടത്തിപ്പും മെച്ചപ്പെടുത്തുന്നതിനും വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി 2024 ഓഗസ്റ്റ് 8 കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി പുതുതായി രൂപീകരിക്കുന്ന സനാതൻ ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുക. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടവരായിരിക്കും ബോർഡ് അംഗങ്ങൾ. ഹിന്ദു ക്ഷേത്രങ്ങൾ, പുണ്യഭൂമി, അതിൻ്റെ സമ്പത്ത് എല്ലാം സംരക്ഷിക്കുന്നത് സനാതന ബോർഡായിരിക്കും. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന സമ്പത്ത് ഉപയോഗിച്ച് ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഗോശാലയും ആശുപത്രികളും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബോർഡിൻ്റെ ലക്ഷ്യം ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക കൂടിയാണ്. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ പശുക്കൊഴുപ്പ് ഉണ്ടായിരുന്നു എന്നൊരു വിവാദം ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള അഹിതങ്ങളായ കാര്യങ്ങൾ മേലിൽ ഉണ്ടാവാതിരിക്കാനാണ് സർക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് സനാതൻ ബോർഡിന്റെ കീഴിൽ വിശ്വാസികളുടെ മേൽനോട്ടത്തിൽ ആക്കാനൊരുങ്ങുന്നതെന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. സനാതന ബോർഡ് നിലവിൽ വന്നാൽ പഴയ ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസ രീതിയും നടപ്പിലാക്കുമെന്നാണ് ഇവർ അറിയിക്കുന്നത്. അതുപോലെ ഗോശാലകളും സ്ഥാപിക്കും. ഏതായാലും ഈ 2 ബോർഡുകളെയും കുറിച്ചുള്ള ഒടുവിലത്തെ തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.